ഹൃദയത്തിൽ ഫുട്ബോളിൻ്റെ കയ്യൊപ്പുള്ളവരാണ് മലപ്പുറത്തുകാർ. ഫുട്ബോളിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിനരാത്രം പോലും അവരുടെ ജീവിതത്തിലുണ്ടാവില്ല. കൊയ്ത്തു കഴിഞ്ഞ മഞ്ഞപ്പാടങ്ങളിലെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഗാലറികളിൽ നിന്ന് പണ്ട് ഒരു പേര് ഉയർന്നു നിൽക്കുമായിരുന്നു. ആ പേര് പിന്നീട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തന്നെ സുവർണ നാമമായി മാറി. മലപ്പുറത്തുകാരുടെ പ്രിയപ്പെട്ട പന്തുകളിക്കാരൻ ശ്രീ ഷറഫ് അലി. ശ്രീ ഷറഫ് അലിയുടെ കായിക ജീവിതത്തിലൂടെ ഒരു യാത്ര. മലപ്പുറം ജില്ലയിലെ അരീക്കോട്ടെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ തെരട്ടമ്മലിൽ കുഞ്ഞാലൻ ഹാജിയുടെയും ബിയ്യക്കുട്ടിയമ്മയുടെയും 4ാമത്തെ മകനായി ജനിച്ചു. ചെറുപ്പം മുതലേ മലപ്പുറം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ മിന്നും താരമായി. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ പരിശീലകനായ ഉസ്മാൻ കോയയുടെയും വിക്ടർ മഞ്ഞിലയുടെയും നേതൃത്വത്തിൽ ഫുട്ബോൾ ശാസ്ത്രീയമായി അഭ്യസിച്ചു. നിരവധി പുരസ്കാരങ്ങൾ ശ്രീ യു ഷറഫ് അലിയെ തേടിയെത്തി. 1993 കേരള ഗവൺമെന്റിന്റെ ബെസ്റ്റ് ഫുട്ബോളർ അവാർഡ്, 94 GV രാജ അവാർഡ് എന്നിവ അവയിൽ ചിലതു മാത്രം. കഠിനാധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പര്യായമാണ് ശ്രീ യു ഷറഫ് അലി. ഏതൊരു വ്യക്തിക്കും അനുകരിക്കാവുന്നതും ആരാധിക്കാവുന്നതുമായ ഒരു ജീവിതശൈലി. ഗുഡ് മോർണിംഗ് സർ, വെൽക്കം ടു ട്രാക്ക് ആൻഡ് ഫീൽഡ്. താങ്കളിപ്പോൾ MSP ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ താങ്കളുടെ ബാല്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ശരിക്കും ചെയ്യുന്നത് അല്ലേ? ഇപ്പോഴും രാവിലെ തന്നെ ഈ കുട്ടികളുടെ പുതിയ കേരള പോലീസ് ടീമിൻ്റെ കൂടെ കളിക്കുമ്പോൾ താങ്കളുടെ ബാല്യത്തിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതോ ഒരു മെമ്മറി റീകളക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലുണ്ടോ സാറിന്? ഇപ്പോൾ തീർച്ചയായും കേരള പോലീസ് ഫുട്ബോൾ ടീമിൽ എൻ്റെ 19ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്തതാണ് ഞാൻ. അന്ന് തൊട്ട് 16 വർഷത്തോളം കേരള പോലീസ് ഫുട്ബോൾ ടീമിൻ്റെ കൂടെ. സാറ് അരീക്കോടിലാണല്ലോ ജനിച്ചു വളർന്നത്. അവിടെ നിന്നാണ് ശരിക്കും ഫുട്ബോൾ കളിയിലേക്ക് വരുന്നതും. എങ്ങനെയായിരുന്നു താങ്കളുടെ ബാല്യം? അതെ, കുട്ടിക്കാലത്ത് തന്നെ ഫുട്ബോൾ ഒരു UP സ്കൂളിൽ അരീക്കോട് ഹൈസ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അപ്പോൾ ചെറുപ്പം മുതലേ കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും കളിക്കുന്ന? എൻ്റെ ബ്രദർ മുഹമ്മദ് കാക്ക നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഇക്കാക്കനെ കണ്ടിട്ടാണോ ഈ ചെറുപ്പകാലങ്ങളിൽ? തീർച്ചയായിട്ടും അരീക്കോട് തന്നെ ഫുട്ബോളിനോട് വളരെയധികം ഒരു ഒട്ടനവധി ഫുട്ബോൾ താരങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥലമാണ്. എൻ്റെ മുൻകാലത്ത് എൻ്റെ കാക്ക ആബിദ്, കുഞ്ഞു മുഹമ്മദ് എന്ന സംസ്ഥാന താരങ്ങൾ, ബഷീർ, നാസർ തന്നെ കുറേ സംസ്ഥാന താരങ്ങളുള്ളൊരു സ്ഥലമാണ്. അവരൊക്കെ കണ്ടാണ് നമ്മൾ കളിച്ചു വരുന്നത്. പ്രത്യേകിച്ച് മൊമാക്ക അന്ന് കാലങ്ങളിൽ ശരിക്കും ഇപ്പം നമ്മൾ പോവുകയാണെങ്കിൽ ഇതൊരു 70s ആ കാലഘട്ടം. അപ്പോൾ ആ ശരിക്കും 75 ആ സമയത്തൊക്കെ ശരിക്കും നമ്മൾ ഫുട്ബോൾ ചെറുപ്പത്തിലൊക്കെ ഫുട്ബോൾ കൊണ്ട് തന്നെ അതോ കെട്ടുപന്ത് കൊണ്ടാണ്? കെട്ടുപന്തായിരിക്കും അല്ലേ? കെട്ടുപന്ത് കൊണ്ട് കാക്ക കെട്ടിത്തരുന്ന കെട്ടുപന്ത് കൊണ്ട് കളിച്ചിട്ടാണ് കുറെ കളിച്ച് ശീലം. പിന്നീടാണ് ഈ ചെറിയ റബ്ബർ ബോളുകൾ വരാൻ, കുറച്ചും കൂടെ കാലഘട്ടം നമ്മളൊക്കെ കുറച്ചും കൂടെ നന്നായി കളിക്കാൻ തുടങ്ങിയപ്പോൾ റബ്ബർ ബോളുകൾ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഫുട്ബോൾ അപ്പോഴും നമുക്കൊരു വളരെ റയറായിട്ട് നല്ല ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് ഒരു 1-ാം നമ്പർ പന്ത്, 2ാം നമ്പർ പന്ത്. ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ ഏത് കുട്ടികൾക്കും ആധുനിക രീതിയിലുള്ള സ്പോർട്സ് കിറ്റ് ഫുട്ബോൾ അടക്കമുള്ള കിട്ടുന്നുണ്ട്. അന്ന കാലത്ത് ബൂട്ടിട്ട് കളിക്കാൻ തുടങ്ങുന്നതന്നെ നമ്മളൊരു 7ാം ക്ലാസ് ഒക്കെ എത്തുന്ന സമയത്താണ്. നമ്മൾ ഈ മെറ്റൽ സ്റ്റഡ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുട്ടികൾ പ്രാക്ടീസ് തുടങ്ങുന്നത് തന്നെ, ഫുട്ബോൾ അടിച്ചു തുടങ്ങുന്നത് തന്നെ നല്ല ആധുനിക രീതിയിലുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്, ഫോറിൻ ബൂട്ടുകളൊക്കെ ഇട്ടിട്ടാണ്. ഞങ്ങളൊക്കെ ഒരു ഫോറിൻ ബൂട്ട് എന്ന് പറഞ്ഞത് ഇന്ത്യക്ക് കളിച്ചതിന് ശേഷമാണ് കാണുന്നത് തന്നെ. ഈ വാപ്പ എന്തായിരുന്നു ജോലി? വാപ്പ കർഷകൻ തന്നെ. കർഷകൻ. ഉമ്മ
എത്ര ബ്രദേഴ്സ് ആയിരുന്നു നിങ്ങൾ? എനിക്ക് 3 ബ്രദേഴ്സ് ഉണ്ട്. ഞങ്ങൾ മൊത്തം 8 പേരാണ്. 4 സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു വലിയ കുടുംബം. വലിയ കുടുംബം തന്നെ. എല്ലാവരും അരീക്കോട് തന്നെയാണ്. അതിൽ ബ്രദർ ആരെങ്കിലും ഇങ്ങനെ പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്തേക്ക്? ജ്യേഷ്ഠൻ മുഹമ്മദ് മുഹമ്മദ് ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. സംസ്ഥാന ടീമിന് കളിച്ചിട്ടുണ്ട്. കൽക്കട്ട മൊമൻ സ്പോർട്ടിങ്ങിന് കളിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചുറി ഇപ്പം ബിസിനസ്സാണ്. നാട്ടിൽ ബിസിനസ്. ഫുട്ബോൾ പാടെ ഉപേക്ഷിച്ചോ? അത് പിന്നെ അവിടെ ക്ലബ്ബുകളൊക്കെ ആയിട്ട് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അരീക്കോട് ഫുട്ബോൾ അക്കാഡമി ഉണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ അവിടെ കുട്ടികൾക്കുള്ള കോച്ചിങ് ക്യാമ്പ്, വെക്കേഷൻ ക്യാമ്പുകളൊക്കെ ആയിട്ട് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ എങ്ങനെയാണ് ശരിക്കും ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ? നമ്മൾ സെവൻസ് ആണല്ലോ ശരിക്കും ഒരു മലപ്പുറത്തിൻ്റെ ഒരു ഹരം എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ. മലപ്പുറത്തിൻ്റെത് എന്താ ഫുട്ബോളിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ തന്നെ സെവൻസ് ഫുട്ബോളിലൂടെയാണ് മലപ്പുറം ഫുട്ബോൾ ഒരു കൾച്ചർ തന്നെ. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് എപ്പോഴാണ് സെവൻസ് ഫുട്ബോൾ കളിച്ചത്? സ്കൂൾ കാലഘട്ടങ്ങളിലാണോ? സ്കൂൾ കാലഘട്ടത്തിലും കളിക്കണം. മലപ്പുറത്ത് ശരിക്കും ഈ ഫുട്ബോളിൻ്റെ ജ്വരം നിലനിർത്തുന്നതിൽ സെവൻസ് ഫുട്ബോളിന് വളരെ വലിയ പങ്കുണ്ട്. ഒരു ഓർമ്മയുണ്ട് ആദ്യമായിട്ടൊരു ഗാലറി, ഇതേമാതിരി ഒരു ഗാലറി ഒക്കെ ഉള്ള ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കളിക്കാൻ പോയ ഒരു ഓർമ്മയുണ്ട്. അത് ഞാൻ SSLC പഠിക്കുന്ന സമയത്താണ്. എവിടെ വെച്ചിട്ടായിരുന്നു അത്? ഫസ്റ്റ് കളി എന്ന് പറയുന്നത് ഞാൻ തൂര് ഒരു ഫുട്ബോൾ തൂര് SSLC പരീക്ഷ എഴുതി നിൽക്കുന്ന സമയത്ത് ഒരു കളക്ഷൻ ടൂർണമെന്റിൽ സെവൻസ് ഫുട്ബോൾ. അപ്പം നമുക്ക് അതൊന്നും വരുമാനം എന്തെങ്കിലും കിട്ടുമോ? വരുമാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്ന് വരുമാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ല പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പൊറോട്ടയും ബീഫ് കറിയാണ് അതിൻ്റെ ഒരു പ്രതിഫലം. അല്ല അന്നത്തെ സാഹചര്യം അനുസരിച്ച് തുച്ഛമായ വരുമാനമാണെങ്കിലും ഫുട്ബോൾ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. അവർക്ക് അവരുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ, ചിലർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, വീട്ടിൽ അതുകൊണ്ട് സഹായിച്ച് കുടുംബം പുലർത്തുന്ന ആളുകളുണ്ട്, വീട് പണി നടത്തുന്ന ആളുകൾ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൂടെ സെവൻസ് കളിക്കാൻ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അതിൽ ചില ആളുകൾ ഒരു നല്ല സ്ഥാനത്ത് ജോലിയൊക്കെ കിട്ടി നിലനിൽക്കുന്നുണ്ട്. ചില ആളുകൾ ഇന്നും നാട്ടിൽ അവരവരുടെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്, ബിസിനസ് ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്, കാർഷിക വൃത്തിയായിട്ട് നടക്കുന്ന ആളുകൾ. അവരൊക്കെ ഇപ്പോൾ കാണുന്ന സമയത്ത് അവർ പറയാറുണ്ടോ നന്നായി കളിച്ചിരുന്നു? പക്ഷേ അങ്ങനത്തെ കുറെ അവർ പറയുന്നില്ലെങ്കിലും നമുക്ക് തോന്നാറുണ്ട്. നമ്മളെക്കാളൊക്കെ കളിച്ചിട്ടുള്ള ആളുകൾ ഒരു നല്ലൊരു അവസരം കിട്ടാതെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞങ്ങളത്ര അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രം ഫുട്ബോൾ രംഗത്ത് വലിയ പേരും പ്രശസ്തി ഇല്ലാത്ത ആളുകൾ ഒരുപാട് അരീക്കോടും പരിസര പ്രദേശങ്ങളിലുണ്ട്. സാറിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു ഫുട്ബോൾ പരിശീലനം ലഭിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടീമിൽ വന്നതിന് ശേഷമാണോ? അതിന് സ്പോർട്സ് ഹോസ്റ്റലിൽ പഠിച്ചിട്ടുണ്ട്. കുന്നംകുളം സ്പോർട്സ് ഹൈസ്കൂൾ ജീവിതം അവിടെയായിരുന്നു. ഓക്കെ. അപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് 8, 9, 10 ഓക്കെ അവിടെയായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സബ് ജൂനിയർ നാഷണലിസ്റ്റ് കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. കോഴിക്കോട് നാഷണലിസ്റ്റ് നടന്ന സമയത്ത് അത് കേരളം വിൻ ചെയ്തു. ആ ടീമിൽ മെമ്പറായിരുന്നു. അതിനുശേഷം അപ്പോഴും ഈ റൈറ്റ് വിങ് ബാക്ക് ആയിട്ടാണ്? റൈറ്റ് വിങ് ബാക്ക് തന്നെയാണ്. എന്തുകൊണ്ട് ഫോർവേഡ് കളിക്കാറില്ലേ പണ്ടേ? നാട്ടിൽ കളിക്കുന്ന സമയത്ത് ഫോർവേഡ് തന്നെ കളിച്ചിട്ടുള്ളത്. പക്ഷേ 11സിലേക്ക് കളി ചിട്ടപ്പെടുത്തിയെടുത്ത സമയത്ത് കോച്ചസൊക്കെ റൈറ്റ് വിങ് ബാക്ക് കളിക്കാൻ പ്രാക്ടീസ് ചെയ്യിച്ചു. അങ്ങനെ ഒരു റൈറ്റ് വിങ് ബാക്ക് പൊസിഷൻ തന്നെ തിരഞ്ഞെടുത്തു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ ഫോർവേഡ് കളിച്ചിട്ട് ഗോൾ അടിച്ചിട്ട് ഒരു ഗോൾ അടിക്കുമ്പോഴാണ് ഈ കളി എത്ര നല്ല കളിക്കാരനും ഗോൾ അടിക്കുമ്പോഴാണ് അവൻ അങ്ങനത്തെ ഒരു മോഹം ഉള്ളിൽ തോന്നുന്നത്? തീർച്ചയായിട്ടും പലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു കളിയുടെ എബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഫോർവേഡിന് പറ്റിയ ഒരു സ്കില്ല്, ഷൂട്ടിംഗ് പാഠമില്ല എന്ന് തോന്നിയുകൊണ്ട് തന്നെയാണ് വിങ് ബാക്ക് തിരഞ്ഞെടുത്തത്. ചില മാച്ചിലൊക്കെ പോലീസ് ടീമിന് വേണ്ടിയിട്ട് അങ്ങനെ ഫോർവേഡിലും ഹാഫ് ബാക്കിലും കളിച്ച് നോക്കിയിട്ടുണ്ട്, പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ചില സമയത്ത് പരിക്ക് പറ്റി കളിക്കാരില്ലാത്ത സമയത്ത്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പീരീഡിലുള്ള ഞാൻ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിലുണ്ടായിരുന്നു. സൗത്ത് സോൺ വിൻ ചെയ്തു ആദ്യത്തെ വർഷം തന്നെ. ഓൾ ഇന്ത്യയിൽ 3rd പ്ലേസ് ആയി കിട്ടി. 2ാമത്തെ വർഷം കാലിക്കറ്റിൽ വെച്ച് നടന്നു. അത് സൗത്ത് സോണും ഓൾ ഇന്ത്യയും വിൻ ചെയ്തു. ആ ടീമിലുണ്ടായിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രി പരീക്ഷ എഴുതി റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ കേരള പോലീസിൽ അപ്പോയിൻമെൻറ്റ്. 19ാമത്തെ വയസ്സിൽ കേരള പോലീസിൽ. പിന്നെ അവിടുന്ന് ഈ കേരള പോലീസ് വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് കേരള പോലീസ് കളിക്കുന്ന സമയത്ത് തന്നെ സന്തോഷ് ട്രോഫി ടീമിലുണ്ടായിരുന്നു. 1ാമത്തെ സന്തോഷ് ട്രോഫി കഴിഞ്ഞുകൊണ്ട് തന്നെ കൽക്കട്ട മൊമൻ സ്പോർട്ടിങ്ങിന് വേണ്ടി 1 വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് പോലീസിൽ തന്നെ തിരിച്ചു വന്നു. പിന്നെ റെഗുലറായിട്ട് ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷം തുടർച്ചയായിട്ട് 10 വർഷം കേരള പോലീസ് ടീമിൽ തന്നെ ഉണ്ടായിരുന്നു. 90ലും 91ലും കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്ത സമയത്തും 2-3 വർഷം ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് വിൻ ചെയ്തു. ഈ സമയത്തൊക്കെ കേരള പോലീസ് ടീമിലുണ്ടായിരുന്നു. കേരളം നാഷണൽ ഗെയിംസ് വിൻ ചെയ്ത 87-ൽ
അന്ന് കേരള ടീമിൽ മെമ്പറായിരുന്നു. ഈ 92-93 കാലഘട്ടങ്ങളിലാണ് താങ്കൾ സന്തോഷ് ട്രോഫി കളിച്ചുകൊണ്ടിരുന്നത്. ഈ സന്തോഷ് ട്രോഫിയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ആദ്യമായിട്ട്? സന്തോഷ് ട്രോഫി എനിക്ക് മനസ്സിലാക്കാൻ കേരള പോലീസ് വളരെ ശക്തമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, 85 to 95. ആ സമയത്ത് തന്നെയാണ് കേരളത്തിൻ്റെ ഫുട്ബോളിലെ ഒരു സുവർണകാലം എന്ന് പറയുന്ന കാലഘട്ടം എന്ന് തന്നെ പറയും. സന്തോഷ് ട്രോഫിയിൽ കേരളം ഫൈനൽസിൽ 7 തവണ തുടർച്ചയായിട്ട് എത്തിയിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. വിൻ ചെയ്യാൻ 2 തവണ കഴിഞ്ഞിട്ടുള്ളെങ്കിൽ 7 തവണ സന്തോഷ് ട്രോഫി ഫൈനൽസിൽ ട്രോഫി നഷ്ടപ്പെടുന്ന ടൈ ബ്രേക്കറിലാണ്. നന്നായിട്ട് പെർഫോം ചെയ്തൊരു സംതൃപ്തി തന്നെ സന്തോഷ് ട്രോഫി ഏത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം 93 എറണാകുളത്ത് വെച്ച് നടന്ന സന്തോഷ് ട്രോഫിയിൽ കേരളം വിൻ ചെയ്ത ടീമിൽ മെമ്പറായിരുന്നു. 92 കേരളം വിൻ ചെയ്തിട്ടുണ്ട്. അന്ന് നിർഭാഗ്യവശാൽ ഞാനും വിജയനും ബംഗാൾ ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. കൽക്കട്ട മോഹൻ ബാഗാനും കളിക്കുന്ന സമയത്താണ് ആ സന്തോഷ് ട്രോഫി. അത് കേരളത്തിനോട് ടൈ ബ്രേക്കറിൽ സെമിയിൽ പരാജയപ്പെട്ടു. കേരളത്തോടെ തോൽക്കുമ്പോൾ ഭയങ്കര ഒരു അത് സന്തോഷ് ട്രോഫി നമ്മൾ നാടിന് കേരളത്തിന് വേണ്ടി കളിക്കുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും മറ്റ് സ്റ്റേറ്റിന് വേണ്ടി കളിക്കുമ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ ഫുട്ബോൾ അതൊരു നമ്മളിപ്പം ആ കളി അന്ന് കേരളത്തോട് തോറ്റിട്ട് നമ്മൾ കേരളത്തിലേക്ക് നമ്മൾ കേരള ടീമിലേക്ക് തിരിച്ചു വരുമ്പം ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം, അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ വിളിച്ചിട്ട് നമ്മളോട് ദേഷ്യപ്പെടുകയോ നിങ്ങൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി ഫുട്ബോളിനെ പറ്റി അറിയുന്ന, ഫുട്ബോളിൻ്റെ നിയമങ്ങളും ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്ക് അറിയാം എന്തുകൊണ്ടാണ് ബംഗാളിന് പോയി കളിക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം അന്നത്തെ നിയമാവലി അങ്ങനെയാണ്. ഏത് ക്ലബിന് നമ്മൾ കളിക്കുന്നോ ആ ക്ലബ്ബ് രജിസ്റ്റർ ചെയ്ത സ്റ്റേറ്റിന് തന്നെ കളിക്കണം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഏത് നാട്ടിലാണോ ആ നാട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റിന് വേണ്ടി കളിക്കാം. അതുകൊണ്ടാണ് ഈ 93-94 കാലഘട്ടങ്ങളിലാണല്ലോ താങ്കൾ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ഫിഫ ക്വാളിഫയിങ് റൗണ്ടിൽ വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളും നമ്മുടെ ഈ യൂറോപ്യൻ ഫുട്ബോളും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളൊക്കെ ആയിട്ട് നമുക്ക് എന്താണ് ശരിക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത്? ഇനി ഏതെങ്കിലും സമീപകാലത്ത് നമുക്ക് വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യതകളുണ്ടോ? അതിൻ്റെ ഒരു അവസരം വരുന്നുണ്ട് ശരിക്കും? എന്താണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പോരായ്മ? ഇന്ത്യൻ ഫുട്ബോളും മറ്റ് യൂറോപ്യൻ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏത് മേഖല എടുത്ത് നോക്കിയാലും നമ്മളും അവരും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. സ്കില്ലാണ്, ഫിസിക്കലുണ്ട്, സ്കില്ലിലുണ്ട്, ടെക്നിക്കലി ഉണ്ട്. ഫിനാൻഷ്യലി വരുന്നതുകൊണ്ടാണ് ഈ ഇംബാലൻസ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു 9 വയസ്സ് 10 വയസ്സിൽ തന്നെ കുട്ടികളെ അവരുടെ എബിലിറ്റി കണ്ടെത്തി അവർക്ക് നിരന്തരം ദീർഘകാല അടിസ്ഥാനത്തിൽ പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ടാണ് കളിക്കാരാക്കിയെടുക്കുന്നത്. നമ്മളിപ്പം ഒറ്റപ്പെട്ടൊക്കെ അങ്ങനെ സംവിധാനങ്ങളുണ്ടെങ്കിലും ഒരു ഇന്ത്യയിൽ മൊത്തം സ്റ്റേറ്റിലോ ജില്ലകളിലോ ഒന്നും അങ്ങനത്തെ ഒരു സംവിധാനം വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ടീമിനെ സെലക്ട് ചെയ്യണു, ആ ടീമിന് 2-3 മാസത്തെ പരിശീലനം കൊടുക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു നാഷണൽ സ്ക്വാഡ് ജൂനിയർ തലത്തിൽ സബ് ജൂനിയർ തലത്തിൽ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു ദീർഘകാല അടിസ്ഥാനത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് പരിശീലനം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കായിക വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ് അത് ഒരു നല്ലൊരു പോരായ്മ തന്നെയാണ്. അതൊന്ന്. 2, ഈ ഒറ്റപ്പെട്ട ഫുട്ബോൾ പ്ലേയേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ പ്രൊഫഷണൽ ക്ലബ്ബുകൾ നമ്മുടെ നാട്ടിൽ വരണം. നമ്മളെ പ്രൊഫഷൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും അത് വന്നിട്ടില്ല. ഗോവയിലുണ്ട്, ബംഗാളിലുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ടീമുണ്ടാവും, പഞ്ചാബിൽ നിന്നൊരു ടീം, കേരളത്തിൽ നിന്നൊരു ടീമുണ്ടായിരുന്നു, എന്നാൽ അത്ര സജീവമല്ല. ഈ രീതിയിലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. കളിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനനുസരിച്ചുള്ള ഒരു ആനുകൂല്യങ്ങളെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രംഗത്തേക്ക് അധികം ആളുകൾ വരുന്നില്ല. ഗവൺമെൻറ് തലത്തിലോ ഫുട്ബോൾ ഓർഗനൈസേഷൻ തലത്തിലോ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കണ്ടെത്തി ദീർഘകാല അടിസ്ഥാനത്തിലുള്ളൊരു പരിശീലന പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഒരു 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളൊരു പദ്ധതി ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്തൊരു 10 വർഷത്തേക്ക് ഒരു വേൾഡ് കപ്പിലേക്ക് പ്രതീക്ഷിക്കണ്ട. ശരിക്കും നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ കളിക്കാൻ അപ്പം താങ്കൾ കളിക്കാൻ പോകുമ്പോൾ നമ്മളിപ്പം എതിർ ടീം ജപ്പാൻകാർ അങ്ങനെ ഭയങ്കര ഫിസിക്കലിയും അവർ മെൻ്റലിയും ഫിനാൻഷ്യലിയും ഒരു വല്ലാത്തൊരു ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് പോകുന്ന എന്തെങ്കിലും പ്രശ്നം ശരിക്കും ഒരു മെൻ്റൽ കപ്പാസിറ്റി നമ്മുടെ കളിക്കാർക്ക് കുറവാണ്. ഉണ്ട്. അത് ഒരു ഇൻ്റർനാഷണൽ മാച്ച് എക്സ്പീരിയൻസ് കുറവ് തന്നെയാണ്. ഞങ്ങൾ കളിക്കുന്ന കാലത്ത് വളരെ കുറവാണ്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ മാച്ച് കളിക്കാൻ ടൂർണമെൻറ്റിലാണ് ഞങ്ങൾ കളിക്കുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നു. പരിശീലന മാച്ചുകളൊക്കെ കളിച്ച് വന്നിട്ടാണ് ടൂർണമെൻറ്റ് കളിക്കുക. അതിനനുസരിച്ച് കുറച്ചും കൂടെ റിസൾട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കളിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു ഫോറിൻ ടീമായിട്ട് നമ്മൾ ഏറ്റുമുട്ടുന്ന ടൂർണമെൻറ്റിലാണ്.
അതിന് മുമ്പ് ഒരു 1, 2, 3 പരിശീലന മാച്ച് പോലും നമ്മൾ കളിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ഗുണം കിട്ടുകയായിരുന്നു. ഫോറിൻ ടീമുകളായിട്ട് നമ്മൾ കളി വിലയിരുത്തുകയാണെങ്കിൽ ഏത് മേഖലയിലും അവർ നമ്മളെക്കാളും നിലവാരം ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഫിസിക്കലുണ്ട്, സ്കില്ലുണ്ട്. പക്ഷേ നമ്മുടെ 1, 2 കളിക്കാർ, ഒറ്റപ്പെട്ട കളിക്കാരെടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലോക നിലവാരമുള്ള സ്കില്ലുള്ള കളിക്കാർ നമ്മുടെ അടുത്തുണ്ടാവും. അതേപോലെ ഫിസിക്കലുള്ള ആളുകളുണ്ടാവും. പക്ഷേ ടീമിൻ്റെ മൊത്തം ഒരു പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ വിദേശ ടീമുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നിലവാരം കുറവ് തന്നെയാണ്. ഞാൻ കളിക്കുന്ന കാലത്ത് തന്നെ ടീമിൻ്റെ മൊത്തത്തിലുള്ള റിസൾട്ട് ഞാനെപ്പോഴും ഒരു സെൽഫ് അനലൈസ് നടത്താറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഫസ്റ്റ് 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ മാത്രം റിസൾട്ട് എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ്റെ പരാജയം അത്ര കനത്തതല്ല. സെക്കൻഡ് ഹാഫിലെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ പരാജയം കനത്തതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫിസിക്കൽ വരുന്നിട്ടുള്ള ഒരു പ്രാധാന്യം. കാരണം ഫസ്റ്റ് 20 മിനിറ്റിൽ ചിലപ്പം ഗോൾ വാങ്ങിയിട്ടില്ല, ചിലപ്പോൾ നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ടാവും. എന്നാൽ ഒരു ഫസ്റ്റ് ഹാഫ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾ അടിച്ചിട്ടുണ്ടാവും, വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ 1, 2 ഗോളേ വാങ്ങിയിട്ടു. സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്ക് ഒരു വളരെ മോശമായിട്ടുള്ള സ്കോറിലേക്ക് നമ്മൾ പരാജയം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഗോള് വീണു, അപ്പോൾ അതോടെ നമ്മളുടെ പല കളിക്കാരും വളരെ അധികം മാനസികമായിട്ട് ഇനി കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ വരെ നിൽക്കുന്നൊരവസ്ഥ ഉണ്ട് ശരിക്കും. ഉണ്ട്. അത് കളിയിലൊരു സൈക്കോളജിക്കൽ ഇമ്പാക്ട്. നമുക്ക് ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ട് ശരിക്കും കളിക്കാർക്ക്. അത് പൊതുവേ എല്ലാ കളിക്കാർക്കും വരുന്ന ഒരു മോറൽ. ഒരു ഗോൾ, നല്ലൊരു ശക്തമായ ടീമായിട്ട് നമ്മൾ കളിക്കുമ്പോൾ ഒരു ഗോൾ വാങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ആ എനർജി അങ്ങനെ അതേപോലെ നിലനിൽക്കും. ഒരു ഗോൾ കിട്ടുന്നതോടുകൂടി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി കളിച്ചിട്ട് കാര്യമില്ല എന്ന് പറ്റ ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ നമ്മൾക്ക് അതിനനുസരിച്ച് സ്കില്ലും ഫിസിക്കും ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതാണ്. അതില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി പോകും. ജീവിതത്തിൽ എപ്പോഴാണ് ഏറ്റവും വളരെ ദുഃഖം, നിരാശ തോന്നിയത്? എന്നെ സംബന്ധിച്ചിടത്തോളം കായിക രംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ടുള്ള 2 ദുഃഖകരമായ സംഭവമുള്ളത്. ഒന്ന് ഒരു വ്യക്തിപരമായിട്ട് ആണെങ്കിലും മറ്റത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിനാണ്. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് സന്തോഷ് ട്രോഫി 1994 കട്ടക്കിൽ വെച്ച് നടക്കുന്ന സന്തോഷ് ട്രോഫി. ഞാൻ ക്യാപ്റ്റനായ വർഷം, കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. കേരളം 92-ലും 93-ലും സന്തോഷ് ട്രോഫി വിൻ ചെയ്തു. കേരളത്തിന് 3ാമത്തെ ട്രോഫി, ഹാട്രിക് വിജയം നേടാനുള്ളൊരു അവസരം. അങ്ങനെ ബംഗാളുമായിട്ട് ഫൈനൽസ് കളിക്കുന്നു. 2 ഗോൾ നമ്മൾ ഡൗൺ ആയതിനു ശേഷം 2 തിരിച്ചടിച്ചു. ടൈ ബ്രേക്കർ വന്നു, ടൈ ബ്രേക്കറും സമനിലയായി. സഡൻ ഡെത്തിൽ നമ്മൾ പരാജയപ്പെട്ട് നമ്മൾക്കൊരു ഹാട്രിക് ചാൻസ് നഷ്ടം. നേടാൻ അതും എൻ്റെ ഒരു ക്യാപ്റ്റൻസിയിലാണ്. അതാണ് രണ്ടും. സന്തോഷ് ട്രോഫി കേരളത്തിനൊരു ഹാട്രിക് നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഒരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കായിക രംഗത്ത് മറക്കാൻ പറ്റാത്ത റെക്കോർഡ് വിജയം നഷ്ടപ്പെടും. ഇത് രണ്ടും നമ്മൾ ക്യാപ്റ്റൻസിയിൽ തന്നെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് അത് ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ആയിട്ട് അതന്നെ കാണാൻ കഴിയും. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വ്യക്തിപരമായിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഫുട്ബോൾ ഫീൽഡിൽ അതുപോലെ തന്നെ ഞാനുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധം, സുഹൃത്ത് ബന്ധം, കുടുംബ ബന്ധം പുലർത്തിയിരുന്ന VP സത്യൻ്റെ മരണം തന്നെയാണ്. സത്യനും ഞങ്ങളും 19ാമത്തെ വയസ്സിൽ ഞാൻ കേരള പോലീസ് ചേർന്നു. സത്യനും അതേ ഏജിൽ തന്നെ കേരള. അന്ന് തൊട്ട് ഫുട്ബോളിൽ നിന്ന് വിരമിച്ച് ഞാൻ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയും സത്യൻ മദ്രാസിലെ ഇന്ത്യൻ ബാങ്കിലേക്ക് പോകുന്ന വരെ ഒരു സഹോദരന്മാരെ പോലെ, ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ കേരള പോലീസിനും കേരള ടീമിനും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിലും അംഗമായി ഒരേ റൂമിൽ തന്നെ താമസിച്ച് ഒരുപോലെ ജീവിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. ചില പ്രശ്നങ്ങൾ കാരണം സത്യൻ ബംഗാളിലേക്ക് ആദ്യം പോയി, അതിനുശേഷം മദ്രാസിലേക്ക് ഇന്ത്യൻ ബാങ്കിലേക്ക് പോയി.
പിന്നെ കളിയൊക്കെ നിർത്തിയതിന് ശേഷം അവരവരുടെ കുടുംബമൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നു. എന്നിരുന്നാലും ആ സൗഹൃദം അതേപോലെ നിലനിർത്തി വന്നിരുന്നു. എല്ലാ ദിവസങ്ങളും ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത്. പിന്നെ അവസാന കാലഘട്ടത്തിൽ മാത്രം ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സത്യൻ അകന്ന് പോകാൻ തുടങ്ങി. ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അതിനുള്ളൊരു പരിഹാരം ഞങ്ങൾ തമ്മിൽ ധാരണയിലെത്തിയിരുന്നു. പിന്നെ അവസാനം ആ മരിക്കുന്ന 2-3 ആഴ്ച ഞാനൊരു ബന്ധം പുലർത്തിയില്ല. ഞാൻ പലപ്പോഴും വിളിച്ചാൽ ഫോൺ എടുക്കാതെ. പിന്നീട് ഞാൻ അറിയുന്നത് ഞാൻ അപകടത്തിൽ പെട്ട് മരിച്ചു എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം കായിക രംഗത്ത് നിന്ന് കിട്ടിയ ഏറ്റവും നല്ലൊരു സുഹൃത്ത് നഷ്ടപ്പെട്ടുള്ള ആ ഒരു ദുഃഖം, സ്പോർട്സ് ഫീൽഡിലെ 2 ദുഃഖം എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്നത്.